Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. Amma ba'd. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ ആഗതമായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സവിശേഷതയെക്കുറിച്ച് സഹീഹായ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ റമദാനിന്റെ ദിനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനേക്കാൾ ഉദാരനായിരുന്നു എന്നതാണ് ആ സ്വഭാവ ഗുണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം അത് അത്ര തന്നെ ലഭിച്ചിട്ടില്ലാത്ത മറ്റ് സഹജീവികളുമായി പങ്കുവെക്കാനുള്ള അദമ്യമായ ഒരാഗ്രഹം, അത് ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അത് വാസ്തവത്തിൽ റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നു എന്നതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. കാറ്റിനേക്കാൾ ഉദാരനായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൈയഴച്ച് നൽകുന്നതിൽ ഒരു തരത്തിലുള്ള പിശുക്കും കാണിക്കാതിരിക്കുക. ഇവിടെ നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി, സമ്പത്ത് എന്ന് പറയുന്നത്, നമുക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത്, മറ്റ് സൗഭാഗ്യങ്ങൾ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ആസൂത്രണം കൊണ്ടോ ലഭിച്ചതല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ചോ യോഗ്യതയ്ക്കനുസരിച്ചോ ആയിരുന്നുവെങ്കിൽ എത്രയോ യോഗ്യതയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ആളുകൾ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക സൗകര്യങ്ങളില്ലാതെ കഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരർത്ഥത്തിലും അത് ഒരാളുടെ ബുദ്ധിക്കോ യോഗ്യതയ്ക്കോ അനുസരിച്ചല്ല എന്നുള്ളതിന്റെ തെളിവ് പല അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. എത്രയോ ഔപചാരികമായ വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകളോ ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് പൈതൃകമായി ലഭിക്കുന്നു, കാരണവന്മാരായി ലഭിക്കുന്നു. ഇതൊന്നും ഒരു നിലക്കും പ്ലാൻ ചെയ്യാതെ തന്നെ അവരുടെ കയ്യിൽ അത് വന്നു ചേരുന്നു. ചില ആളുകൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടും അവർ ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടും യോഗ്യത നേടിയിട്ടും പക്ഷെ അവർക്ക് സാമ്പത്തികമായ ഉന്നതി പ്രാപിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇതൊക്കെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചില ആളുകൾ സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ കുഴിയിലേക്ക് ആപതിക്കുന്നു. അത് വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക പ്രക്രിയയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കുറിച്ച് പറയുന്നത് ഈ സമ്പത്ത് അള്ളാഹു നൽകിയതാണ്. ആതാക്കും മിൻ മാലില്ലാഹി അല്ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് ചെലവഴിക്കുക എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്, അല്ലദീനഹും യുൻഫിഖൂന മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അപ്പൊ അള്ളാഹു നൽകിയതേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അള്ളാഹു അവന്റെ യുക്തിക്ക് മാത്രമനുസരിച്ചാണ് നൽകുന്നത്. അവന് മാത്രം അറിയുന്ന ഒരു യുക്തി. വാസ്തവത്തിൽ സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ അതൊരു പരീക്ഷണ വസ്തുവാണ് എന്നുള്ളതാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണ വസ്തുക്കളാണ്. ആ സമ്പത്ത് കിട്ടുന്ന ആളുകൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ലഭിക്കാത്ത ആളുകൾ അതിൽ എത്രമാത്രം ക്ഷമ കാണിക്കുന്നു, അത് അള്ളാഹുവിൻ്റെതാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ സമ്പത്തിന്റെയും മറ്റ് സൗകര്യങ്ങളുടെയും കാര്യത്തിലുള്ള പരീക്ഷണം. അപ്പോ ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് മറ്റ് സഹജീവികളുമായി പങ്കുവെക്കാനുള്ള ഒരു മനസ്സ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്. നമുക്കറിയാം, നിർബന്ധ ദാനമുണ്ട്, സക്കാത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നാം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. നിർബന്ധ ദാനം എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അശുദ്ധമായി പോകുന്നതാണ്. നമ്മുടെ സമ്പത്തിന്റെ ഒരു ശുദ്ധീകരണമാണ് അതിന് ഇവിടെ നടക്കുന്നത്. അതല്ലാതെയുള്ള സദഖകളെ കുറിച്ച് അല്ലെങ്കിൽ ദാനധർമ്മങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. അപ്പൊ നിർബന്ധമായി കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ, അതല്ലാത്തത് ഐച്ഛികമായി കൊടുക്കേണ്ടതിനെ കുറിച്ച്, അതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം റമദാനിൽ ഔദാര്യവാനായിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. റമദാനിൽ പ്രത്യേകിച്ചും നമുക്ക് മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക,
അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ നോമ്പ് തുറക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രിഹി. ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് ഈ നോമ്പെടുത്ത ആളുടെ അതേ പ്രതിഫലം ലഭിക്കും. പക്ഷെ നോമ്പെടുത്ത ആളുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയുകയില്ല. അതുകൊണ്ട് തന്നെ ധാരാളം നമ്മൾ മുസ്ലിംകൾ, സത്യവിശ്വാസികൾ ഇങ്ങനെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതിന് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ റമദാനിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുക, ഒരു കുടുംബത്തിന് ഒന്നടങ്കം ആവശ്യമുള്ള റമദാൻ കിറ്റുകൾ വിതരണം ചെയ്യുക, ഇതിലൊക്കെ സത്യവിശ്വാസികളുടെ സമൂഹം വല്ലാതെ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, വളരെ അനുകരണീയമായ പ്രവർത്തനങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് ഇസ്ലാമികമായ സംരംഭങ്ങൾ, അതുപോലെ പാവപ്പെട്ട മനുഷ്യരുടേതായ പ്രശ്നങ്ങൾ, അവരുടെ പൊതു വിഷയങ്ങളിൽ ഇടപെടുക തുടങ്ങിയ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുക എന്നുള്ളത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യങ്ങളാണ്. കാരണം നാം മനസ്സിലാക്കുന്നത്, ഈ ഒരു അള്ളാഹു നൽകിയ ഈ സമ്പത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് നാം ചെലവഴിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൽ എല്ലാവർക്കും അതിന്റെ ഒരു ഗുണം ലഭിക്കുകയുള്ളൂ. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, പലിശയെ സദഖയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യംഹഖുർ റിബ വയുർബിസ് സദഖാത്ത്. തീർച്ചയായും വയംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്, അള്ളാഹു തീർച്ചയായും പലിശയെ നിശേഷം മായ്ച്ചു കളയുകയും സദഖകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ പലിശ അധികരിക്കുമ്പോൾ ആ സമൂഹം വളരെ പിശുക്കന്മാരുടേതും അതുപോലെ തന്നെ എല്ലാവിധ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടേതുമായ ഒരു നാടായി മാറുന്നു. പക്ഷെ അവിടെ പലിശയെ എവിടെ തളർത്താൻ സാധിക്കുന്നുവോ അവിടെ സദഖ വളരുന്നു, ദാനധർമ്മങ്ങൾ വളരുന്നു. ആ ദാനധർമ്മങ്ങൾ വളരുന്നിടത്ത് ഐശ്വര്യവും സമാധാനവും വ്യക്തികൾക്കിടയിൽ അതിശക്തമായ ബന്ധവുമൊക്കെ രൂപപ്പെടുന്നു. നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഒരു സമൂഹത്തിൽ ദാനശീലർ വർദ്ധിക്കുന്നതോടുകൂടി, ഒരു സമൂഹത്തിൽ ആളുകളുടെ ദാനധർമ്മ ശീലം വർദ്ധിക്കുന്നതോടുകൂടി ആ സമൂഹത്തിൽ എന്തെന്നില്ലാത്ത ദയാവായ്പും കാരുണ്യവും നിലനിൽക്കുന്നതായി കാണുന്നു. അതേ സന്ദർഭത്തിൽ ഒരു സമൂഹത്തിൽ പലിശയാണ് വർദ്ധിക്കുന്നതെങ്കിൽ അവിടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികളുടെ തുടർച്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലേഡ് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സംഗതി തന്നെ അതാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഇത്തരം ദാനധർമ്മങ്ങളെ വലിയ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു സൂറത്തുൽ ബഖറയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു കതിർക്കുല പോലെയാണ്. ഒരു കുറച്ച് ധാന്യം, ആ ധാന്യം നമ്മൾ വിത്തായിട്ട് വിതച്ചു. ആ വിതച്ചപ്പോ ഒരു ധാന്യമണി നമ്മൾ വിതച്ചു. ആ ധാന്യമണിയിൽ നിന്ന് 7 കതിർക്കുലകൾ ഉണ്ടായി. ആ 7 കതിർക്കുലകളിൽ ഓരോന്നിലും 100 വീതം ധാന്യമണികൾ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ 1 രൂപ അല്ലെങ്കിൽ 1 റിയാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അത് 700 7000 70,000 ഒക്കെ ആയിട്ട് മാറുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്ന അവിടെ നിർത്തിയില്ല, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി കൊടുക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം, അതിവിശാലനും എല്ലാം അറിയുന്നവനുമാണ് അള്ളാഹു. അപ്പോ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന ഒരു ഉപമയെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ നമ്മളോട് പറയുന്നത്. റമദാനിലാകുമ്പോൾ അതിന്റെ പ്രാധാന്യം പിന്നെയും കൂടുകയും അതിന്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റുള്ളവർക്കായി നൽകുന്ന, മറ്റ് ഇസ്ലാമിക സംരംഭങ്ങൾക്കായി നൽകുന്ന, അങ്ങനെ സമൂഹത്തിന്റെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി നാം ചെലവഴിക്കുന്ന ഓരോ പൈസയും ഓരോ രൂപയും അത് അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടി ഇരട്ടിയായി തിരിച്ചു ലഭിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്രതിഫലത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നതും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വാരിക്കോരി ചെലവഴിക്കുക. തീർച്ചയായും മാ നഖസ മിൻ മാലിൻ സദഖത്തുൻ, സമ്പത്തിൽ നിന്ന് ഒരു പൈസ പോലും സദഖ കൊണ്ട് കുറഞ്ഞു പോവുകയില്ല.
എന്ന് പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം സംഭവിക്കാം നമ്മുടേതായ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട്, നമ്മുടെ കച്ചവടം തകർന്നിട്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ. പക്ഷെ സദക്ക കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് ഒരാളും സാമ്പത്തികമായി തകർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു ഇഹലോകത്ത് തന്നെ അവർക്ക് ഇഷ്ടം പോലെ നൽകുന്നു. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യവും വാഗ്ദാനവുമാണ് അത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടിയായി പ്രതിഫലം തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയായി നാളെ പരലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.